നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് 2018 മാർച്ച് SSLC പരീക്ഷയ്ക്ക് വന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ, അതായത് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 2018 മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്നും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. 2 മാർക്കിൻ്റെ, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, ഈ ഇതിൽ നിന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ്. അതിന് ടോട്ടൽ 14 മാർക്കാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തേത് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ വായിക്കുന്നത്. 2 മാർക്കിൻ്റെയാണ്. ദി ആൾജിബ്രൈക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5n+3. A. What is the first term of the sequence? B. What will be the remainder if the terms of the sequences are divided by 5? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആൾജിബ്രൈക് ഫോം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? nth ടേമാണ് nth ടേമാണ് 5n+3 എന്ന് പറയുക. ഇനി ഇങ്ങനെയുള്ള ആൾജിബ്രൈക് ഫോം തരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ n-ന് ആ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് ടേം ആണെങ്കിൽ n1 എന്ന് കൊടുക്കുക, അങ്ങനെ കിട്ടുക. സെക്കൻഡ് ടേം ആണെങ്കിൽ n2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഈ പാർട്ടിലെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-ന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സോ 5 × 1 + 3. ഇവിടെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് ശേഷമേ ഉള്ളൂ ആഡ് ചെയ്യാവുള്ളൂ. സോ 5 × 1 5 + 3 = 8. സോ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 8. നമുക്കതിൻ്റെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിലെ ഏത് ടേമിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ്, ശിഷ്ടമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. ഒരു സീക്വൻസിലെ ഏത് ടേമിനെയും അതിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, 5 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണെന്ന് നോക്കാം. 5 കൊണ്ടാണ് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? n-ൻ്റെ എന്താണ്? ആ കോഎഫിഷ്യൻ്റാണ്, ഗുണോത്തരമാണ്. അങ്ങനെയാകുമ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ 5 വീതം ആഡ് ചെയ്താണ് പോവുക. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 ആയതുകൊണ്ട് ഈ ടേമിലെ ഏത് ടേമിനെയും എന്താണ്? D ആയ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ടേമിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, അതുതന്നെയായിരിക്കും എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8 കണ്ടുപിടിച്ചു. സോ 8-നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 8-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5 8-നകത്ത് ഒരു പ്രാവശ്യം 5 5 ശിഷ്ടം എത്രയാണ്? 3 ആണ്. സോ റിമൈൻഡർ എത്ര കിട്ടും? 3. സോ ഏത് ടേമിനെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 3 ആയിരിക്കും. എന്തുകൊണ്ടാണ്? 5 എന്താണ് അവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്. ഇനി ഇവിടെ നമ്മുടെ ഈ nth ടേം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ 5n+3, ഈ 5n എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? 5-ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 0 ആണ്. ഇതൊക്കെ എക്സ്ട്രാ വരുന്നത് എത്രയാണ്? 3 ആണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ റിമൈൻഡർ വരും 3 വരും. എക്സ്ട്രാ 5 വരികയാണെങ്കിൽ അതൊന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യും? അതിനകത്ത് അടങ്ങും. ഇപ്പോൾ 3 ആയതുകൊണ്ട് നമുക്ക് മിച്ചം നമുക്ക് 3 കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ റിമൈൻഡർ എത്രയാണ്? 3 ആണ് വരിക. ഇവിടെ -3 ആണെങ്കിൽ വ്യത്യാസമുണ്ട്, 3 എഴുതരുത്. -3 ആണെങ്കിൽ 5-ൽ നിന്ന് 3 നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് വേണം, എന്നിട്ട് വേണം അതിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. അപ്പോൾ 2 ആണ് വരിക. +3 ആയതുകൊണ്ടാണ് റിമൈൻഡർ 3 വന്നത്. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? 3. അതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മാർക്കാണുള്ളത്. നമുക്ക് നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വായിക്കാം. The algebraic form for the sum of first n terms of an arithmetic sequence is 2n² + 8n. How many consecutive terms of the sequence starting from the first are to be added to get 330? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിലെ സമ്മ് എത്രയാണ്? 2n² + 8n ആണ്. ഇതാണ് നമ്മുടെ ആൾജിബ്രൈക് ഫോം ഓഫ് ദ സം. നമ്മുടെ സമ്മും പിന്നെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോമുമായിട്ട് മാറിപ്പോകരുത്. സമ്മിൻ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇപ്പം n ടേംസിൻ്റെ സം എന്ന് പറയുമ്പോൾ x1 + x2 + x3 ഇങ്ങനെ പോയിപ്പോൾ അവിടെ വരെയാണ് +xn. അതാണ് ശരിക്കും ഇതെന്ന് പറയുക. സമ്മാണ്. ഫസ്റ്റ് ടേം മുതൽ nth ടേം വരെയുള്ള അതിൻ്റെ സമ്മ്. മറ്റേത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം എന്ന് പറയുമ്പോൾ അത്രാമത്തെ ടേമാണ്, nth ടേം അതേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഈ സമ്മ് 330 ആവുമ്പോൾ ആ എത്ര ഫസ്റ്റ് ടേം മുതൽ എത്ര വാല്യൂസ് എത്ര ടേംസിൻ്റെ സമ്മാണ് 330 ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ nth ടേം n കണ്ടുപിടിച്ചാൽ മതി.
അപ്പോൾ നമുക്കിവിടെയും പ്രശ്നം എന്താണ് 2n² + 8n ഈസ് ഈക്വൽ ടു എത്രയാണ് 330. അപ്പോൾ നമുക്കിവിടെയും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുക. എന്നിൻ്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എക്സിന് പകരം n ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കധികം ഇത് സോൾവ് ചെയ്തിട്ട് n കണ്ടുപിടിക്കുക. അതായിരിക്കുന്നതെന്ന് പറയുക എത്ര ടേംസിൻ്റെ സമ്മാണ് ഈ 330 എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നമുക്കിവിടെയും പല രീതി രണ്ട് രീതി കണ്ടുപിടിക്കാം. ഒന്നുകിൽ അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക =0 എന്ന് എഴുതുക. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഇതാണ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. x = -b ± √b² - 4ac/2a വെച്ച് ചെയ്യാം. അവിടെ എയും ബിയും സിയും എത്രയാണെന്ന് എഴുതുക, എന്നിട്ട് കണ്ടുപിടിക്കുക. അതല്ല നമുക്ക് കുറച്ച് എളുപ്പ രീതിയിലാണെങ്കിൽ ഇതാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ a² + b² + 2ab is equal to a + b the whole square. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റി. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. അപ്പം അത് ആക്കാൻ വേണ്ടി നമ്മൾ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് അത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ 2n² വരുന്നുണ്ട്, 8n 330. അപ്പോൾ എല്ലാം എന്താണ് ഈവൻ നമ്പേഴ്സാണ് ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ 2 നമുക്ക് കളയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനും നമുക്ക് 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓരോ ടൈമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിൻ്റെയും ഹാഫ് ചെയ്തെടുത്താൽ മതി. സോ 2n² 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 2നെ ഡിവൈഡ് ചെയ്ത് 1 ആയിട്ടും n² പ്ലസ് 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4n is equal to 313 2 ആണ് അതിൻ്റെ പകുതി എടുക്കുക. സോ 165. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഇപ്പുറത്തെ ഭാഗം എന്ന് പറയുമ്പോൾ n² + 4n. അപ്പോൾ ഇവിടെ നമുക്ക് n² a² സ്ഥാനത്ത് n² വരുന്നുണ്ട്. പിന്നെ b² സ്ഥാനത്ത് ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് 4n ഈ 2ab സ്ഥാനത്ത് 4n ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു b² നമുക്ക് ആഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനം എത്രയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അത് നമുക്ക് ഇവിടുത്തെ 4n നോക്കിയാൽ മതി. അപ്പോൾ 4n നമുക്കിവിടെ നോക്കുക 2ab-നെ ഇവിടുത്തെ എനെയും ഈ 2 ഇപ്പോൾ 2a കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്നിട്ട് b കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 4n-നെ 2 കൊണ്ടും ഇവിടുത്തെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുമ്പോൾ എത്രയാണ് നോക്കുക ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും എന്ന് പറയുക ബിയുടെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ. അപ്പോൾ നോക്കി ഇവിടുത്തെ 4n-നെ ഇപ്പോൾ ഇവിടുത്തെ 2 വരണം, പിന്നെ ഇവിടുത്തെ n. ഇപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ബിയുടെ സ്ഥാനത്ത് എത്രയാണ് 2 വരേണ്ട. അപ്പോൾ ഇവിടെ b² എന്ന് പറയുമ്പോൾ 2² ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 2² ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തും എന്ത് ചെയ്യാം, 2² ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ n² + 4n + 2² ഈസ് ഈക്വൽ ടു 165 + 2². അപ്പോൾ ഇരു സൈഡിലും ഈക്വൽ ടു എന്നുള്ളതിൻ്റെ രണ്ട് വശത്ത് നമ്മൾ 2² ആഡ് ചെയ്തു. ഇതെന്ന് പറയുമ്പോൾ a² + b² + 2ab എന്നുള്ള ഫോമിലായി. നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, n + 2 the whole square, a + b whole square. എയുടെ സ്ഥാനത്ത് n-ഉം ബിയുടെ സ്ഥാനത്ത് 2-ഉം. സോ ഈക്വൽ ടു 165 + 2² എത്രയാണ് 4 ഈക്വൽ ടു 169. അപ്പോൾ n + 2 whole square is 169. നമ്മൾ ലക്ഷ്യം എന്താണ്, n കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ സ്ക്വയർ മാറ്റാൻ എന്താ ചെയ്യുക, രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സോ n + 2 whole square-ൻ്റെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും, n + 2 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ n + 2 ഈക്വൽ ടു ഇപ്പോൾ √169. സോ 169 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എത്രയാണ്, 13² ആണ് 169 എന്ന് പറയുക. സോ ഈക്വൽ ടു നമുക്കറിയാം ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് വരും, പ്ലസ് വാല്യൂയും വരും മൈനസ് വാല്യൂയും വരും. സോ +or -13 +13 × +13 169 ആണ്, -13 × -13 169 ആണ്. നമുക്കിവിടെ n + 2 രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്, +13 വരാം -13 വരാം. അപ്പോൾ രണ്ട് വാല്യൂസും എടുത്തുകൊണ്ട് n കണ്ടുപിടിക്കുക. സോ n + 2 ഈസ് ഈക്വൽ ടു 13 or n + 2 ഈസ് ഈക്വൽ ടു -13. അപ്പോൾ n + 2 രണ്ട് വാല്യൂസും കൊടുത്തു. ഇനി ഇവിടുന്ന് n + 2 13 ആണ്. therefore n ഈക്വൽ ടു എന്ത് കിട്ടും, 13 - 2 ഈക്വൽ ടു 11. ഓർ ഇവിടുത്തെ എന്നാ കിട്ടും, n ഈസ് ഈക്വൽ ടു -13 - 2. അപ്പോൾ രണ്ട് മൈനസ് വരുമ്പോൾ ആഡ് ചെയ്യുക, മൈനസ് സൈൻ കൊടുക്കുക. 13 × 2 ആഡ് ചെയ്യുമ്പോൾ കിട്ടും 15, ഈ മൈനസ് സൈൻ കൊടുക്കുക. സോ -15. സോ n നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, 11ഉം കിട്ടി -15ഉം കിട്ടി. നമുക്ക് n നമുക്ക് ഏതെല്ലാം വാല്യൂസ് എടുക്കാം, അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് എടുക്കാൻ പറ്റുമോ, ഓരോ വാല്യൂ എടുക്കുക, ഒരേ വാല്യൂ പറ്റുള്ളൂ, ഏത് വാല്യൂ നമുക്ക് എടുക്കാൻ പറ്റുക എന്നറിയാൻ വേണ്ടിയിട്ട് n എന്താണെന്ന് നോക്കുക. n എന്തായിരുന്നു, ഇവിടുത്തെ ആ എണ്ണമാണ്, ടേംസിൻ്റെ എണ്ണമാണ്. എണ്ണം എന്ന് പറയുമ്പോൾ ഒരു കൗണ്ടിങ് നമ്പറാണ്, അത് എണ്ണൽ സംഖ്യയാണ്.
അപ്പോൾ n ഒരു എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പർ ആകുമ്പോൾ അതിനെന്ത് പറ്റത്തില്ല, നെഗറ്റീവ് സംഖ്യ പറ്റത്തില്ല. അപ്പോൾ ഏതാ പറ്റത്തുള്ളൂ, പോസിറ്റീവായ 11 പറ്റുള്ളൂ. അപ്പോൾ എഴുതാം, ഇതാണ് n ഈസ് എ നാച്ചുറൽ നമ്പർ. അല്ലെങ്കിൽ n എന്താണ്, എണ്ണൽ സംഖ്യയാണ്. അപ്പോൾ n എന്ത് കിട്ടും, 11 എടുക്കാം. therefore n ഈസ് ഈക്വൽ ടു 11. സോ എത്ര ടേംസിൻ്റെ സമ്മാണ് ഇവിടുത്തെ 330 എന്ന് പറയുക, 11 ടേംസിൻ്റെ സമ്മാണ് 330. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് സം വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, അത് സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനാണ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. There are 20 terms in an arithmetic sequence. Sum of the first and last term is 88. A. What is the sum of the second and 19th terms? B. If the 10th term is 42, what is the 11th term? C. What is the common difference of the sequence? D. What is the first term? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. അവിടെ നമ്മുടെ ഈ സീക്വൻസിനകത്ത് 20 ടേംസ് ഉണ്ട്, 20 ടേംസ്. അപ്പോൾ നമുക്കതിനെ x1, x2, x3 x20 വരെ ടേംസ് ഉണ്ട്. ഇതിലെ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ x1, ലാസ്റ്റ് ടേം x20. സോ x1 പ്ലസ് x20, x1 പ്ലസ് x20 എത്രയാണ്, 88 ആണ്. സോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിൻ്റെ സമ്മാണ് 88. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് സെക്കൻഡ് ടേമിൻ്റെയും 19th ടേമിൻ്റെയുമാണ്. സോ x2 പ്ലസ് x19 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഇതേപോലെ ജോഡികളായിട്ട് പേഴ്സിൻ്റെ സമ്മായിട്ട് തരുമ്പോൾ നമുക്ക് പ്രത്യേകം ഓർക്കുക, ആ ഏതൊക്കെ പേഴ്സിൻ്റെ സമ്മാണ് ഈക്വലായിട്ട് വരിക. അതായത് ഇവിടുന്നും അവിടുന്നും ഒരേ ഡിസ്റ്റൻസിലെടുക്കുന്ന ആ പേഴ്സിൻ്റെ സം എല്ലായ്പ്പോഴും ഈക്വലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം, ഇവിടുത്തെ സെക്കൻഡ് ടേം, അവിടെ നിന്നുള്ള സെക്കൻഡ് ടേം, ഇവിടെ നിന്നുള്ള തേർഡ് ടേമും അവിടെ നിന്ന് തേർഡ് ടേം, അങ്ങനെ നമ്മൾ ഓരോ ജോഡി എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം സം എന്തായിരിക്കും, ഈക്വലായിരിക്കും. സോ ഇവിടുത്തെ സെക്കൻഡ് ടേം x2 ആണ്, ഇവിടുത്തെ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ x20, ഇപ്പുറത്ത് വരും x19 വരും. അങ്ങനെയാകുമ്പോൾ x2ൻ്റെയും x19ൻ്റെയും സം എന്തായിരിക്കും, ഇതിനോട് ഈക്വലായിരിക്കും. ഒരു x3 എടുത്തു കഴിഞ്ഞാൽ x3 എടുത്താൽ അടുത്തതായിരിക്കും x18 ഇതിനെല്ലാം സം എത്രയായിരിക്കും, ഈ 88 ആയിരിക്കും. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമുക്ക് വേണ്ടതാണ് x2 പ്ലസ് x19 ആണ്, അതെത്ര വരും, 88 കിട്ടി. ഇനിയും ഇതുപോലെ നമുക്ക് ഈ ഇടയ്ക്കുള്ള ഈ പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി, ആ ജോഡികൾ അറിയാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ ഈ സ്ഥാനങ്ങൾ തമ്മിൽ ഇതാണ് ആഡ് ചെയ്ത് നോക്കുക. അത് ഫസ്റ്റും 20യും 1 + 20 എത്രയാണ്, 21 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ഏതൊക്കെ സ്ഥാനങ്ങൾ ജോഡിയായിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സം 21 കിട്ടുന്നോ അതിൻ്റെ എല്ലാം സം എന്തായിരിക്കും, ഇതിനോട് ഈക്വലായിരിക്കും. അപ്പോൾ നമുക്ക് സെക്കൻഡും 19ഉം, ഇപ്പോൾ 2 + 19 കിട്ടും 21. അടുത്ത 3 എടുക്കുമ്പോൾ 3 + 18 = 21. ഇങ്ങനെയുള്ള ജോഡികളാണ് ഇത് വരിക. ഇതിൻ്റെ സം എല്ലായ്പ്പോഴും എത്രയായിരിക്കും, ഈ 88 ആയിരിക്കും. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എ പാർട്ട്. ഇനി നമ്മളുടെ അതിൻ്റെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ 10th ടേം ഈസ് 42, വാട്ട് ഈസ് ദ 11th ടേം? സോ 10th ടേം, സോ x10 = 42. സോ വാട്ട് ഈസ് 11th ടേം? x0 കണ്ടുപിടിക്കുക. സോ നമുക്കിവിടെ നോക്കുക, ഈ x10ഉം x11ഉം 2 ടേംസാണ്. ഇനി ഇതിനകത്ത് x10ഉം x11 നമുക്ക് ഇതിനകത്ത് ജോഡിയാകാൻ പറ്റുമോ എന്ന് നോക്കുക. ജോഡി എന്ന് പറയുമ്പോൾ 10 + 11 എത്രയാണ്, സോ 21 ആണ്. അപ്പോൾ അതെന്തായിരിക്കും, അപ്പോൾ ഈ ക്രമത്തിൽ വരുന്ന ജോഡിയാണ് x10ഉം x11ഉം. അപ്പോൾ നമുക്കിവിടെ x10ഉം x11ഉം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയും സം എത്രയായിരിക്കും, ഈ 88 ആയിരിക്കും. ഓക്കെ, അപ്പോൾ x10 + x11 എന്ത് കിട്ടും, നമുക്ക് 88 കിട്ടും. അതിനകത്ത് x10 നമുക്കറിയാം. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, x11 കണ്ടുപിടിക്കാനായിട്ട് ആ സമ്മിൽ നിന്നും x10 കുറച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് നോക്കാം. സോ x10
പ്ലസ് x11 ഈസ് ഈക്വൽ ടു 88. അപ്പോൾ നോക്കുക, ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇത് ജോഡിയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് നോക്കുക, ഇത് ഒരേപോലെ വരണം. സോ x10 എന്ന് പറയാം 42. സോ 42 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 88. Therefore x11 ഈസ് ഈക്വൽ ടു 88 മൈനസ് 42. സോ ഈക്വൽ ടു എത്ര കിട്ടും? 46 കിട്ടും. അപ്പോൾ നമ്മുടെ ബി ക്വസ്റ്റ്യനായി. നമുക്കതിൻ്റെ സി പാർട്ട് എന്താ വരിക? സി എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്. നമുക്കിതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ അടുത്തത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് അറിയാമെങ്കിൽ അതിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താലും മതി. ഇപ്പോൾ ഇവിടെ നമുക്ക് x10 x11 അറിയാം. x10 x11 അടുത്തടുത്ത ടേമുകളാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് x11 നിന്നും x10 സബ്ട്രാക്ട് ചെയ്യുക. സോ കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു x11 മൈനസ് x10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x10 എത്രയാണ്? 46 മൈനസ് x10 42. സോ ഈക്വൽ ടു എന്ത് കിട്ടും? 4. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്കതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? സോ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? നമുക്ക് ഏതെങ്കിലും ടേം അറിയാമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x10 നമുക്കറിയാം, x11 എന്നറിയാം. അപ്പോൾ ഏതൊക്കെ കുറേ എടുക്കുക? x10 എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ്? x1 പ്ലസ് 9d ആണ്. x11 ആണെങ്കിൽ x1 പ്ലസ് 10d ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വാല്യൂസ് കൊടുക്കുക. നമുക്കതിനകത്ത് നിന്ന് x1 കണ്ടുപിടിക്കുക. കാരണം d നമുക്കറിയാം, d എത്രയാണ്? 4 ആണ്. x10 x11 നമുക്കറിയാം, എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡി പാർട്ട് ആൻസറിലേക്ക് വരാം. നമുക്കറിയാവുന്നത് എന്തൊക്കെയാണ്? x10 ഈസ് ഈക്വൽ ടു 42, x11 ഈസ് ഈക്വൽ ടു 46, കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 4 ആണ്. ഇനി ഇവിടെ നിന്നും ഫസ്റ്റ് ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് x10 എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? x10 ഈസ് ഈക്വൽ ടു x1 പ്ലസ് ഹൗ മെനി ടൈംസ് 9d. 10 മൈനസ് 1 9d ആണ്. ഇതിനകത്ത് x10ൻ്റെ വാല്യൂ 42 ആണ്. x1 ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിയുടെ വാല്യൂ എത്രയാണ്? കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കുക. x1 മാത്രമേ നമുക്ക് അൺനോൺ ആയിട്ടുള്ളൂ. അത് അവിടെ നിന്നും x1 കണ്ടുപിടിക്കാം. സോ 42 ഈസ് ഈക്വൽ ടു x1 പ്ലസ് 9 ഇൻറ്റു 4. For 42 is equal to x1 plus 9 into 4, 36. ഇനി 36 ഇപ്പുറത്ത് കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 കിട്ടും. സോ 42 ഇത് പ്ലസ് ആയതുകൊണ്ട് മൈനസ് 36 ഈക്വൽ ടു x1. 42 മൈനസ് 36 എത്രയാണ്? 6 ഈക്വൽ ടു x1. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എത്ര കിട്ടി? 6 എന്ന് കിട്ടി. 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22ാമത്തെ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Consider the numbers between 100 and 300 which leave remainder 2 on division by 3. A. Which is the first number in this sequence? B. Which is the last number in this sequence? C. How many such numbers are there in this sequence? D. Find the sum of all numbers in the sequence. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 100നും 300നും ഇടയ്ക്ക് നമ്പേഴ്സ് ബിറ്റ്വീൻ 100 ആൻഡ് 300. അപ്പം 100നും 300നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഏതൊക്കെയാണ് പറ്റുക? ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം 2 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സേ പറ്റുള്ളൂ. അപ്പം 100നും 300നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്പം 101, 102 ഇങ്ങനെ പോയി ഇടം വരെയാണ് 299 വരെയാണ് സംഖ്യകൾ 100നും 300നും ഇടയ്ക്കുള്ള. ഇതിനകത്ത് ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് പറ്റിയല്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ ഡിവൈഡ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടണം? 2 കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സാണ് വേണ്ടത്. അപ്പം നമ്മുടെ 101നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. സോ 10നകത്ത് 3 പ്രാവശ്യം 3 9, ശിഷ്ടം 1, 1 എഴുതി, വീണ്ടും 9, ശിഷ്ടം 2. അപ്പോൾ റിമൈൻഡർ 2 ആണ് കിട്ടിയത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? ഫസ്റ്റ് സംഖ്യ എത്രയായിരിക്കും? 101 ആണ്. ഇനി അടുത്ത സംഖ്യ എത്രയായിരിക്കും? നമുക്ക് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, പക്ഷേ റിമൈൻഡർ 2 കിട്ടണം. അപ്പോൾ വീണ്ടും അടുത്തൊരു 3 കൂടെ ആഡ് ചെയ്താൽ വീണ്ടും റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ 101ൻ്റെ കൂടെ എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ സംഖ്യ ആഡ് ചെയ്യുക. സോ 101 + 3 എത്ര കിട്ടും? 104. അടുത്തത്രയായിരിക്കും? 107. ഇങ്ങനെ പോയി അവസാനം നമുക്ക് എത്ര വരെ വരാം? 299 വരെ വരാം. പക്ഷേ 299 എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് അറിയുന്നത് എങ്ങനെയാണ്? അതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക, റിമൈൻഡർ 2 ആണെന്ന് നോക്കുക. അപ്പോൾ 299
divided by 3. So 9 system 2 9 ഇറക്കി എഴുതി 29 9 ടൈംസ് അപ്പോൾ അവിടെ നമുക്ക് റിമൈൻഡർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 299 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സംഖ്യകൾ ഏതൊക്കെയാണ് വരിക 101 104 107 എവിടം വരെ പോകും 299 വരെ. ഇതാണ് നമ്മുടെ സംഖ്യകൾ. ഇത് നമ്മുടെ ഓരോ പാർട്ടിലേക്ക് വരിക. എ പാർട്ട് എന്താണ് വിച്ച് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്. ദ ഫസ്റ്റ് നമ്പർ ഏതാണ് 101. അടുത്ത ബി എന്താണ് വിച്ച് ഈസ് ദ ലാസ്റ്റ് നമ്പർ ഇൻ ദ സീക്വൻസ്. സോ ലാസ്റ്റ് നമ്പർ എത്രയാണ് 299. ഇനി അടുത്തെന്താണ് ഫൈൻഡ് ദ ഹൗ മെനി സച്ച് നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ സീക്വൻസ്. ഹൗ മെനി സച്ച് ഇപ്പോഴത്തെ നമ്പേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. നമ്പേഴ്സ് ഇനി നോക്കുക ഈ നമ്പേഴ്സ് എന്താണ് 101 104 107 എത്രയാണ് 3 വീതം ആഡ് ചെയ്ത് പോവുകയാണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് ടൈം 101 ആണ്, ലാസ്റ്റ് ടൈം 299 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ് വരിക 3 വീതമാണ് പോകുക. അപ്പോൾ നമ്മുടെ സീഡ് സോ x1 is equal to 101, xn is equal to 299. nth ടൈം എത്രാമത്തെ നമുക്ക് അറിയത്തില്ല, ലാസ്റ്റ് ടൈമാണ് 299. അതുപോലെ കോമൺ ഡിഫറൻസ് d is equal to 3 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാമെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. n is equal to xn minus x1. ലാസ്റ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം സബ്ട്രാക്ട് ചെയ്യുക, അതിനെ കോമൺ ഡിഫറൻസും ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു ഫോർമുല പഠിച്ചിട്ടുള്ളതാണ്. അതായത് xn is equal to x1 plus n minus 1 into d. അവിടെ നമുക്ക് ഇതിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഇതെല്ലാം ചെയ്തതിന് ശേഷമുള്ള അവസാനം നമുക്ക് ഈ 1 ആഡ് ചെയ്യാവുള്ളൂ, പ്രത്യേകം ഓർക്കുക. സോ ഈക്വൽ ടു 299 minus 101 divided by 3 plus 1. സോ 299 minus 101 ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക, നമുക്കെന്ത് കിട്ടും. സോ 198 by 3 plus 1. ഇനി 198 3 കൊണ്ട് ഡിവൈഡ് ഇവിടെ ആഡ് ചെയ്യരുത്, ഡിവൈഡ് ചെയ്യുക, അതിന് ശേഷമേ ഉള്ളൂ നമുക്ക് 1 ആഡ് ചെയ്യാവുള്ളൂ, പ്രത്യേകം ഓർക്കുക. സോ 198 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും. സോ 3 times 6 18 ആണ്. വീണ്ടും സിസ്റ്റം ഒന്ന് 18 6 times 66 then plus 1. So equal to 67. So how many terms are there? The number of terms എത്രയാണ് 67 ആണ്. ഇനി അടുത്ത് നമ്മുടെ ഡി പാർട്ടിലേക്ക് പോവുക. ഡി എന്താണ് ഫൈൻഡ് ദ സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഡിക്ക് അത് നമുക്ക് സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ. സോ x1 is equal to 101. എക്സ് എത്ര ടേംസ് ഉണ്ടായിരുന്നു 67 ആയിരുന്നു. അപ്പം എക്സ് 67 is equal to 299. കോമൺ ഡിഫറൻസ് d is equal to 3 and n is equal to 67. അപ്പോൾ ഈ 67 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് സമ്മിൻ്റെ ഫോർമുല നമുക്കറിയാം. സം is equal to n/2 into x1 plus xn. ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം കൂടെ ആഡ് ചെയ്യുക ഇൻറ്റു n/2. സോ ഈക്വൽ ടു 67/2 ഇൻറ്റു x1 101 പ്ലസ് 299. നമുക്കിപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. സോ നമുക്ക് അത് തന്നെ വെക്കുക. 67/2 ഇൻറ്റു ഇത് തമ്മിൽ ആഡ് ചെയ്യുക. സോ 400. ഇനി 2ഉം 400 വെട്ടിയാൽ 200. ഇനി ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 67 into 2 ഇനി 2 സീറോയും കൂടെ 13,400. അപ്പോൾ സോ നമുക്കിതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട രീതി. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക ആ ഡിവൈഡ് ചെയ്യുന്ന എത്രകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറായിരിക്കും അതിൻ്റെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെ ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ് അറിയുക, അവിടുന്ന് n കണ്ടുപിടിക്കുക, അതിനുശേഷം പിന്നെ സമ്മ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 2018 SSLCക്ക് വന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്. അവരെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്, നിങ്ങൾ ചെയ്തു പഠിക്കുക, അങ്ങനെ നല്ല സ്കോർ വാങ്ങിക്കുക.